LDF ജമാഅത്തെ ഇസ്ലാമിയുമായും വെൽഫെയർ പാർട്ടിയുമായി സഹകരിച്ചിരുന്ന സമയത്തും ഇപ്പോഴും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? ഇല്ല, ഞങ്ങൾ സഹകരിച്ചിട്ടില്ല. ഞങ്ങളുമായിട്ട് യാതൊരു സഹകരണം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു തരത്തിലും രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല, രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടേ ഇല്ല. ഞങ്ങൾ അന്നും ഉണ്ടാക്കിയില്ല, ഇന്നും ഉണ്ടാക്കിയില്ല, നാളെ ഉണ്ടാക്കുകയും ചെയ്യില്ല. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം വിശദീകരിച്ചു, നിങ്ങളോടല്ലേ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 23 വെറുതെ കളവ് പറയാണ്, ഓരോന്നോരോന്നായിട്ട് കളവ് പറയും. നിങ്ങൾ പറയാം 23 ഏതാണെന്ന്. UDF ബന്ധപ്പെട്ട് ഉണ്ടാക്കിയത് നമ്മുടെ മുമ്പിലുണ്ട്, അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയണ്ട, ഒരു ഉദാഹരണവും ചേർത്ത് പറയണ്ടില്ല. ഞങ്ങൾ ഒരു കൂട്ടിലങ്ങാടിയില്ല, ഒരങ്ങാടിയിലും പറയേണ്ടതില്ല. കൃത്യമായിട്ട് ഞങ്ങൾക്ക് ധാരണയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് വെറുതെ പറഞ്ഞിരുന്ന നിങ്ങൾ ഏത് പത്രം, നിങ്ങൾ പത്രത്തിന് 2-3 അവർക്ക് വേണ്ടിയുള്ള പത്രം തന്നെയുണ്ടല്ലോ. ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആശയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ പറയുന്നതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പഞ്ചായത്തിലോ ഒരു പ്രദേശത്തോ മത്സരിച്ച് ജയിക്കുകയോ ജയിച്ചതനുസരിച്ച് ഭരിക്കുകയോ ചെയ്തില്ല. എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ രാജിവെക്കണം എന്നുള്ള നിർബന്ധപൂർവമായ നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത്. ഉറപ്പായിട്ടും പറയാനുണ്ട്. ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റോ എന്നുള്ളതല്ല, നിങ്ങൾ നോക്കിക്കോ. ഞങ്ങൾ എൻ്റെ നിലപാടാണ് പറഞ്ഞത്, പാർട്ടി നിലപാടാണ് പറഞ്ഞത്. പാർട്ടീൻ്റെ ഞാനിപ്പോൾ അതിനകത്ത് തർക്കിക്കാനൊന്നുമില്ല. ഞങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമുമായിട്ട് യാതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടുമില്ല. നേരത്തെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയും ചെയ്യാം. ശരി, പിന്നെ വേറെ ചോദിക്കാണ്ട് പറ. ജനങ്ങളൊക്കെ ശരിക്കും നന്നായിട്ട് അറിയാം, ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ പറയുന്നതല്ലല്ലോ ജനങ്ങൾ വിശ്വസിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാം ജനങ്ങൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു വർഗീയ ശക്തിയുടെയും ഒരു വിഭാഗീയ പ്രസ്ഥാനത്തിൻ്റെയും ഒരു പിന്തുണയും വലതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടാന്ന് അസന്നിഗ്ധമായിട്ട് ഈ തെരഞ്ഞെടുപ്പിലും പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. യെസ്, അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധത്തിൽ ശക്തമായിട്ട് നിൽക്കുന്ന മുസ്ലിം ലീഗാണ്. പക്ഷെ ലീഗ് ഒന്നും പറയുന്നില്ല. മുസ്ലിം ലീഗിന്റെ പഴയകാല നേതൃത്വം പൂർണ്ണമായിട്ട് ജമാഅത്തെ ഇസ്ലാമിനെ എതിർത്തുകൊണ്ടാണ് മുന്നോട്ടേക്ക് വന്നത്. ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പ്രധാനപ്പെട്ട പ്രബലമായ ശക്തിയല്ല, അതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആ ആശയം ഇവിടെ BJPക്ക് വളം വെച്ച് കൊടുക്കുന്ന ആശയമാണ്. അതിൻ്റെ കൗണ്ടർ പാർട്ടാണ് RSSൻ്റെ BJPയുടെ കൗണ്ടർ പാർട്ടാണ് ജമാഅത്തെ ഇസ്ലാമി. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടം. ആ അപകടം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയ വിഭാഗങ്ങളെ, 2 വിഭാഗങ്ങളെയും, ന്യൂനപക്ഷ വർഗീയതയുടെയും ഭൂരിപക്ഷ വർഗീയതയുടെയും നിലപാടുകൾക്കെതിരായിട്ട് ശക്തിയായ സമീപനം സ്വീകരിച്ചു പോയത്. അത് ഒന്നുകൂടി വിശദീകരിച്ച് ഞാൻ പറയുകയാണ്. ഇന്നലെയും ആ രാഷ്ട്രീയ കൂട്ടി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, ഇപ്പോഴും ഇല്ല, നാളെയും ഇല്ല. പിണറായി അത് പ്രത്യേകമായിട്ട് വിശദീകരിച്ചു. നിലമ്പൂരിൽ വന്നിട്ട് വർഗീയത പറയുന്നതാണ് അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയൊക്കെ പറയുന്നത്. ഇത് പറഞ്ഞാൽ വർഗീയതക്കെതിരായിട്ടുള്ള കാര്യം പറഞ്ഞാൽ എങ്ങനെയാണ് വർഗീയതയാകുക? വർഗീയമായ ശക്തികളുമായി ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നേരിടുന്നതിന് വേണ്ടി ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയും തരാതരം പോലെ കൂട്ടിയിട്ടുള്ള ഈ UDFൻ്റെ ആളുകൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് വർഗീയതക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണിയെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് തികഞ്ഞ തെറ്റായ അവസരവാദപരമായ സമീപനമാണ്. അത്രയും അതിന് പറയാനുള്ളൂ. ഇതെല്ലാം കുറെ പ്രാവശ്യമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കണം. പ്രാവശ്യം അത് ഒറ്റ കാര്യമില്ല, ഒരു കാര്യം പറയണ്ട. ഞങ്ങളെ സംബന്ധിച്ച് എന്ത് കേസ് എടുക്കേ? വേറെ എന്തൊക്കെ പണിയുണ്ട് ഇവിടെ? നിങ്ങൾ ഈ ഏതോ ഒരു ആളുകൾ കൂടുന്ന വ്യാജ ഇതും നോക്കിയിട്ട് നടക്കല ഞങ്ങളെ പണി. അല്ല, ഏതോ ഒരാളെന്നാ പ്രതിപക്ഷ നേതാവ് ആദ്യം മുതൽ അവസാനം വരെ വിവരക്കേടല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഇലക്ഷനിൽ പൂർണ്ണമായിട്ട് വിവരക്കേട്, ഇതേപോലെ വിവരക്കേട് പറഞ്ഞ പ്രതിപക്ഷ നേതാവുണ്ടോ കേരളത്തിൽ? ഓരോ ദിവസവും ഉപേക്ഷിച്ചു എന്നാ പറയുന്നത്. അതുപോലെ ഒരു വിവരക്കേട് വേറെ ആരെങ്കിലും പറയുമോ ലോകത്ത്? അതല്ലേ ഞാൻ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടിനെ പറ്റി വേറെ എന്താ പ്രസംഗിക്കേണ്ടത്, എന്താ പറയേണ്ടത്?